പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ചരിത്രത്തിൽ പുതിയൊരു പേര് നക്ഷത്രശോഭയോടെ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ശുഭാംശു ശുക്ല 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരൻ. വ്യാഴാഴ്ച വൈകിട്ടോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകും അദ്ദേഹം. ശുഭാംശുവും സഹയാത്രികരായ പെഗ്ഗി വിൻസ്റ്റൺ, സ്ലാവേഴ്സ് വിറ്റ്സി, ഡിബോർ കപൂർ എന്നിവരുമായി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് US-ലെ ഫ്ലോറിഡ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യൻ സമയം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:01 കുതിച്ചുയർന്നു. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ശുഭാംശു പഠിച്ച മോണ്ടിസോറി സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലിരുന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ നാട്ടുകാർക്കൊപ്പം ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായി. ആക്സിയം 4 എന്നാണ് ദൗത്യത്തിന് രാജ്യം പേരിട്ടിരിക്കുന്നത്. പുറപ്പെട്ട് 18 മിനിറ്റിൽ ഡ്രാഗൺ പേടകം ഭൂമിയെ ഭ്രമണം ചെയ്യാൻ തുടങ്ങി. 200 കിലോമീറ്റർ വരെ ഉയര ഡ്രാഗൺ ഭ്രമണപഥത്തിൽ എത്തിയതോടെ ശുഭാംശു പറയുകയാണ്, അതൊരു ഗംഭീര യാത്രയായിരുന്നു എന്ന്. 28 മണിക്കൂർ നീളുന്ന സഞ്ചാരത്തിനൊടുവിൽ വ്യാഴാഴ്ച വൈകിട്ട് 4:30 ഡ്രാഗൺ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ISS ഘടിപ്പിക്കും. ഡോക്കിംഗ് എന്നാണ് ഈ പ്രക്രിയക്ക് പേര്. 14 ദിവസം മൂവരും നിലയത്തിൽ നിരീക്ഷണങ്ങളുമായി കഴിയും. 60 പരീക്ഷണങ്ങളാണ് പട്ടികയിലുള്ളത്. സ്വദേശത്ത് നിന്നും പാരമ്പര്യം പേരുന്ന ഭക്ഷ്യവസ്തുക്കളും ഓരോരുത്തരും കൊണ്ടുപോയിട്ടുണ്ട്. നാസ, ഇസ്രോ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, സ്വകാര്യ കമ്പനികളായ സ്പേസ് എക്സ്, ആക്സിയം സ്പേസ് എന്നിവരുടെ സഹായത്തോടെയാണ് ആക്സിയം 4 ദൗത്യം നടക്കുന്നത്. പഞ്ചാബിൽ ജനിച്ചു വളർന്ന രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരൻ. 1984 35-ാം വയസ്സിൽ സോവിയറ്റ് യൂണിയൻ സോയൂസ് പേടകത്തിൽ അദ്ദേഹം യാത്ര തിരിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ സല്യൂട്ട് 7 നിലയത്തിൽ